ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തെഹ്രിക്ക് ഹുറിയത്തിനെ നിരോധിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതാണ് നടപടി. ജമ്മു കാശ്മീരിനെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്താനും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനുമുള്ള പ്രവർത്തനങ്ങളും ഗൂഢാലോചനയും സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നും UAPA പ്രകാരമാണ് നടപടിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ ജിഷ്ണു. അനന്തപുരം ജമ്മു കാശ്മീരിൽ വളരെ കൃത്യമായ നിയമ നടപടികളും സൈനിക നടപടികളും കേന്ദ്ര സർക്കാർ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, ഭീകരവാദ ശക്തികൾക്ക് അടിക്ക് തിരിച്ചടി എന്ന മറുപടി നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നവരെ രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ജമ്മു കാശ്മീരിലെ നടപടികൾ കേന്ദ്ര സർക്കാർ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തെഹ്രിക്ക് ഹുറിയത്ത് എന്ന സംഘടനയെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുള്ളത്. ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തെഹ്രിക്ക് ഹുറിയത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾ ജമ്മു കാശ്മീരിൽ നടത്തി. അതിന്റെ നേതാക്കളും പ്രവർത്തകരും കശ്മീരിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കശ്മീരിനെ ഭാരതത്തിൽ നിന്ന് അടർത്തിയെടുക്കുക എന്ന സന്ദേശവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഒപ്പം ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളും ഗൂഢാലോചനയും ഈ സംഘടന നടത്തിയെന്ന് തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഘടനവാദ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഇപ്പോൾ UAPA പ്രകാരം ഈ സംഘടനയ്ക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് മുസ്ലിം ലീഗ് ജമ്മു കാശ്മീർ മസ്രത്ത് അലം വിഭാഗത്തെയും UAPA പ്രകാരം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിട്ടുള്ളത്. ഈ സംഘടനയും ഭീകരവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ജമ്മു കാശ്മീരിൽ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. അനിൽ നമ്പ്യാർ. നന്ദി ജിഷു.